ജീവനുള്ള ഒരാളും മരിച്ച ഒരാളും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം. അവരുടെ ശരീരം പ്രവർത്തനം നിലച്ച് പോയിട്ടുണ്ടാകും അല്ലേ? സൂറത്ത് ഇസ്രായേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയിൽ നിന്നുള്ളതാകുന്നു, അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നൊരായത്തുണ്ട്. അതിലുള്ളൊരു കോണ്ടക്സ്റ്റ് എന്താ അറിയോ? നമ്മൾ കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പ്രവർത്തിക്കുന്നതും ആത്മാവിനാലാണെന്ന് നമുക്കറിയാം. ഈ ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഈ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരമുള്ള ആ ഒരു പ്യുവർ ഡിവൈൻ എനർജിയാണ് നമ്മളെ റൂഹ് എന്ന് പറയുന്നത്. ആ റൂഹിനെ ഉപയോഗിച്ചിട്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, സംസാരിക്കുന്നത്, അനുഭവിക്കുന്നത് അല്ലേ? എന്നിട്ടും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യം വെച്ചിട്ട് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടും പടച്ചോ നമുക്ക് വീണ്ടും 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 അവസരം തന്നിട്ടില്ലേ? അതുകൊണ്ട് തെളിവാണല്ലോ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ആ അവസരം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു മടങ്ങി വരാൻ, നമ്മൾ നേരായ പാതയിൽ നിലനിൽക്കാൻ അള്ളാഹു അത്രക്കും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ?